ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ്. ലോസ് ഓഫ് മോഷൻ എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. നമ്മൾ മോഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചു അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ നമ്മൾ ആദ്യം പഠിച്ചൊരു ചാപ്റ്ററാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? മോഷൻ ഇൻ പ്ലെയിൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചു. അപ്പോൾ ഇതിലൊക്കെ മോഷൻ 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 എന്ന് നമ്മളിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും അതിൻ്റെ ഒരു കാരണം നമ്മൾ വിശദീകരിച്ചിട്ടില്ല. വെലോസിറ്റി ഉണ്ടെങ്കിൽ മോഷൻ ഉണ്ട് എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റ്, അതായത് അതിൻ്റെ ഒരു പറഞ്ഞുകൊണ്ടൊരു കൺസെപ്റ്റാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കാൻ ഐസക് ന്യൂട്ടൺ, നിങ്ങൾക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫിലോസഫറും സയൻറ്റിസ്റ്റും ഒക്കെയാണ്, മാത്തമെറ്റീഷ്യനും ഒക്കെയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ 2-3 നിയമങ്ങൾ, ലോസ് ഓഫ് മോഷൻ എന്ന് നമ്മൾ വിളിക്കും. അതാണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോണത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് മോഷനെ പറ്റി പറയുന്ന ഫിസിക്സിൻ്റെ 2 ബ്രാഞ്ചുകളുണ്ട്. അതിലൊന്ന് കൈനമാറ്റിക്സ് ആണ്. ഈ കൈനമാറ്റിക്സിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരു മോഷൻ ഒരു വെലോസിറ്റിയുടെ ടേംസിൽ മാത്രമായിട്ട് നമ്മൾ പറയും, അവിടെ ഒരു പറയുന്നില്ല. പിന്നീട് നമ്മൾ പഠിക്കുന്ന മറ്റൊരു ബ്രാഞ്ചാണ് ഡൈനാമിക്സ്. അവിടെ നമ്മൾ മോഷൻ്റെ പറയും. എന്ന് പറഞ്ഞാൽ ഏതൊരു മോഷൻ്റെയും പിന്നിൽ ഒരു ഫോഴ്സ് ഇൻവോൾവ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്നറിയപ്പെടുന്നു. അതിൻ്റെ പേര് ലോ ഓഫ് ഇനേർഷ്യ എന്നും അറിയപ്പെടും. ആക്ച്വലി ഈ ലോ ഓഫ് ഇനേർഷ്യ ന്യൂട്ടന്റെ ലോ അല്ല, ഗലീലിയോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ ലോയാണ് ശരിക്കും ഈ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ന്യൂട്ടന്റെ 1ാം ചലന നിയമം ലോ ഓഫ് മോഷൻ ലോ ഓഫ് ഇനേർഷ്യ എന്ന് അറിയപ്പെടുന്നു ചോദിച്ചാൽ, ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഒരു ബോഡിയുടെ ഇൻഎബിലിറ്റിയാണ്. എന്തിനുള്ള? തൻ്റെ സ്വയം അയാളുടെ അവസ്ഥ മാറ്റാൻ പറ്റാതിരിക്കുക. ഇപ്പം ഞാൻ ഒരു 100 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. ഈ ഓട്ടത്തിൻ്റെ സ്പീഡ് എനിക്ക് 0 ആക്കണമെങ്കിൽ ഞാൻ ഗ്രൗണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ പുറമേ നിന്നും മറ്റേതെങ്കിലും ഒരു ഏജൻസി എന്നെ സഹായിക്കണം ആ സ്പീഡ് 0 ആക്കാൻ. അല്ലാതെ എനിക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റില്ല, അത് 0 ആക്കാൻ പറ്റില്ല. അപ്പം ചില ആളുകാർക്ക് നമ്മളല്ലേ നമ്മുടെ സ്പീഡ് കുറയ്ക്കുന്നത്, ശരിയാണ്, നമ്മൾ തന്നെയാണ്. പക്ഷെ നമ്മളത് ഗ്രൗണ്ടിൽ, നമ്മുടെ കാലുകളിലൂടെ ഗ്രൗണ്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിയാക്ഷൻ, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വെലോസിറ്റി 0 ആക്കുന്നത്. അല്ലാതെ മറ്റൊരു ഏജൻസിയുടെ സഹായമില്ലാതെ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ അവസ്ഥ മാറ്റാൻ പറ്റില്ല. അപ്പം ഒരു ബോഡിക്ക് അതിൻ്റെ സ്വന്തം അവസ്ഥ സെൽഫായിട്ട് തന്നെ അണേബിൾ ടു ചേഞ്ച് ബൈ ഇറ്റ് സെൽഫ്, ആ ഒരു സ്റ്റേറ്റസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇനേർഷ്യ. അപ്പം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത് ആ ഒരു സ്റ്റേറ്റസിനെ പറ്റി തന്നെയാണ്. എന്താണ് ലോ പറയുന്നത് നോക്കിയേ. എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ എൻ അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ ഒരു ബോഡി അതിൻ്റെ റെസ്റ്റിലോ മോഷനിലോ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നതാണ് ന്യൂട്ടന്റെ ഈ ഒരു നിയമം പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്ന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിനകത്ത്, നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ലോ ഓഫ് ഇനേർഷ്യ എന്നോ ആയിരിക്കും ഈ ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി ഇതിൽ നിന്നും മറ്റൊരു ചോദ്യം വരുന്നുണ്ട്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇനേർഷ്യ? എന്താണ് വ്യത്യസ്ത തരം ഇനേർഷ്യകൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇനേർഷ്യകൾ നമ്മൾ 3 തരത്തിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് റസ്റ്റ് ഇനേർഷ്യ എന്ന് പറയും. റസ്റ്റ് ഇനേർഷ്യ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ റസ്റ്റിലാണെങ്കിൽ even after the application of force we are continuing the state. ഉദാഹരണത്തിന് നമ്മളൊരു ബസ്സിൽ ഇരിക്കുകയാണ്, ബസ് നിർത്തിയിട്ടൊരു ബസ്സാണെന്ന് കരുതുക. ആ ബസ് സഡൻലി മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് നമ്മൾ പുറകോട്ട് മറിഞ്ഞു വീഴുക എന്ന് പറയുന്നത് റസ്റ്റ് ഇനേർഷ്യയുടെ ഒരു എക്സാമ്പിളാണ്. കാരണം ബസ് സഡൻലി മുന്നോട്ട് നീങ്ങിയപ്പം ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഫോഴ്സിന്റെ ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ശ്രമിച്ചിട്ടില്ല.
അതായത് നമ്മൾ റെസ്റ്റിൽ തന്നെ തുടരാൻ എന്താണ് ശ്രമിച്ചു, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, വീണു. അല്ല, നമ്മൾ അതിന്റെ കൂടെ മൂവ് ചെയ്യായിരുന്നെങ്കിൽ നമ്മൾ വീഴത്തില്ല. അപ്പൊ വീണതിന്റെ പിന്നിലെ കാരണം എന്താ, നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, ഈവൻ ആഫ്റ്റർ അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ആണ് കാണുന്നത്. അതിനെയാണ് നമ്മൾ റെസ്റ്റ് ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ക്യാരംസ് ഒക്കെ കളിക്കുന്ന ആളാണെങ്കിൽ ആ ക്യാരം ബോർഡിനകത്ത് നമ്മൾ ആ കോയിൻസ് ഇങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ എന്താണ് ഒരു ഉയരത്തിൽ വെച്ചു, എന്നിട്ട് സ്ട്രൈക്കർ ഉപയോഗിച്ചു അതിൻ്റെ ഏറ്റവും അടിവശത്തുള്ള കോയിനെ മാത്രം നമ്മൾ അടിച്ചു തെറിപ്പിക്കാറുണ്ട്. അപ്പം അതിന് മേലെ നിൽക്കുന്ന കോയിനുകൾ റെസ്റ്റ് ഇനേർഷ്യ കാണിച്ചത് കൊണ്ടാണ് അത് മറിഞ്ഞു വീഴാതെ താഴെയുള്ള കോയിൻ മാത്രം എന്ത് ചെയ്തു, തെറിച്ചങ്ങ് പോയി. അപ്പം ഇങ്ങനെ പറയുന്നത് പോലത്തെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിൽ റെസ്റ്റ് ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് മോഷൻ ഇനേർഷ്യയാണ്. മോഷൻ ഇനേർഷ്യ, ഈ പേരിൽ തന്നെയുണ്ട് ആ ഇനേർഷ്യയുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. കാരണം മോഷനിൽ തന്നെ തുടരുക എന്ന് പറയുന്നതാണ് മോഷൻ ഇനേർഷ്യ. അതായത് നിങ്ങൾ നല്ല വേഗതയിൽ എന്താണ് പോകുന്നൊരു ബസ്സിൽ ഇരിക്കുന്ന ഒരാളാണ്, ബസ് സഡൻലി അപ്ലൈസ് ബ്രേക്ക്. ഓക്കെ, അപ്പൊ ബസ് ബ്രേക്ക് അപ്ലൈ ചെയ്തു, ബസ് അവിടെ നിന്നു. പക്ഷേ നമ്മൾ എന്ന് പറയുന്ന പാസഞ്ചർ എന്ത് ചെയ്യും, ത്രാഷ്ഡ്, അവിടുന്ന് വലിച്ചെറിയപ്പെടുന്ന പോലെ പുറത്തേക്ക് തെറിക്കും. അതെന്താ കാര്യം, ബസ് പോകുന്ന അതേ വെലോസിറ്റിയിൽ നമ്മളും പോകുന്നുണ്ട്. ബസ് പെട്ടെന്ന് ഒരു ഫോഴ്സ് ഉപയോഗിച്ച് അയാൾ റെസ്റ്റിലേക്ക് വന്നു, പക്ഷെ നമുക്കതിന് കഴിയുന്നില്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് ഇനേർഷ്യ, മോഷൻ ഇനേർഷ്യ. ഇനി മൂന്നാമത്തെ ഇനേർഷ്യയും കൂടെ ഉണ്ട്, അതാണ് ഡയറക്ഷൻ ഇനേർഷ്യ. പലപ്പോഴായിട്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് എന്താണ് കോൺസെപ്റ്റ് ആണിത്. അതായത് നമ്മൾ നല്ല വേഗതയിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് നമ്മൾ ഒരു ടേണിങ്, ഒരു വളവ് കണ്ടു, നമുക്ക് തിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ വേഗത കാരണം നമുക്ക് തിരിക്കാൻ കഴിയുന്നില്ല. ഇനി നമുക്ക് തിരിക്കണേ നമ്മൾ എന്ത് ചെയ്യണം, ആ വെലോസിറ്റി കുറയ്ക്കണം എന്നുള്ളതാണ്. അത് കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഡയറക്ഷൻ മാറ്റാൻ പറ്റുള്ളൂ. അതായത് ഒരു വെലോസിറ്റി കാരണമാണ് നമുക്കൊരു ഡയറക്ഷൻ കിട്ടുന്നതെങ്കിൽ ആ വെലോസിറ്റി കുറയാതെ ഡയറക്ഷൻ മാറ്റാനും സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ ഡയറക്ഷൻ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പം അതിൻ്റെ പേരാണെന്ത്, ഡയറക്ഷൻ ഇനേർഷ്യ. അപ്പൊ നിങ്ങൾക്ക് വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇനേർഷ്യ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. റെസ്റ്റ് ഇനേർഷ്യ ഉണ്ട്, മോഷൻ ഇനേർഷ്യ ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്ഷൻ ഇനേർഷ്യ ഉണ്ട്. ഇനി നിങ്ങൾ ഒരു കാട്ടിലകപ്പെട്ടു എന്ന് കരുതുക, അവിടെ നിങ്ങൾ ചെന്നുപെട്ടത് ഒരു ആനയുടെ മുന്നിലാണെന്ന് കരുതുക. ഈ ആന നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ ഓടാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്താ, ആന ഓടാൻ നമ്മളെ പിടിക്കും എന്ന് ഉറപ്പായപ്പോൾ നമ്മൾ ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് ഓടി. അപ്പൊ സിഗ്സാഗ് ആയിട്ട് ഓടുമ്പോഴുള്ള പ്രത്യേകത എന്താണ്, ഈ നമ്മൾ ഓടുന്ന പോലെ തന്നെ ആനയ്ക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പുറകെ ഓടുന്നത്, വിവരമുള്ള ആനയാണ് നേരെ അങ്ങ് ഓടി വന്നോളും. പക്ഷേ നമ്മൾ ഓടുന്ന പോലെ തന്നെ ആന ഓടാൻ ശ്രമിച്ചപ്പോൾ എന്താ ഉണ്ടായത്, ആനയ്ക്ക് ഭയങ്കര മാസാ. അപ്പൊ അത്രയും മാസമുള്ള ഒരു സാധനം ഇങ്ങോട്ട് ഓടിയിട്ട് പെട്ടെന്നൊരു ഡയറക്ഷൻ ഇങ്ങോട്ട് മാറ്റാൻ ശ്രമിക്കുമ്പം അതിന് കഴിയാതെ വരും. നമുക്ക് മാസ് കുറവായതുകൊണ്ട് നമുക്കത് കഴിയുന്നുണ്ടെങ്കിൽ ആനയ്ക്ക് മാസ് കൂടുതലായതുകൊണ്ട് അത് കഴിയത്തില്ല. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളെ പിടിക്കാൻ ശ്രമിക്കുന്ന ആനയ്ക്ക് നമ്മളെ പിടിക്കാൻ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡയറക്ഷൻ ഇനേർഷ്യ, റെസ്റ്റ് ഇനേർഷ്യ, മോഷൻ ഇനേർഷ്യ എന്നൊക്കെ പറയുമ്പം ഇത് ഏത് ഇനേർഷ്യയാണ് നമ്മുടെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്താണ്, ഡയറക്ഷൻ ഇനേർഷ്യയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനേർഷ്യ എന്ന് പറയുന്നതിൻ്റെ മെഷറായിട്ട് നമ്മൾ കണക്കാക്കാൻ പോണത് എന്താന്ന് ചോദിച്ചാല് മാസ് ഓഫ് ദി ബോഡിയാണ്. എന്ന് പറഞ്ഞാൽ മാസ് കൂടിയ വസ്തുക്കൾക്ക് എന്ത് കൂടും, ഇനേർഷ്യൽ പ്രോപ്പർട്ടി കൂടും. ബൈ ഓൾ മീൻസ് കേട്ടോ, എല്ലാ അർത്ഥത്തിലും. ഇപ്പം ബസ്സും കാറും ഒരേ വേഗതയിൽ വരുന്നു, രണ്ടുപേരും ഒരേ സമയം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, ഇതിൽ ആദ്യം ആര് റെസ്റ്റിലേക്ക് വരും എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയല്ലോ കാറാണ് ആദ്യം വരിക, ബസ്സല്ല. കാരണം ബസ്സിന് എന്ത് കൂടുതലാണ്, മാസ് കൂടുതലാണ്. അതുപോലെ റെസ്റ്റിലിരിക്കുന്ന ഒരു കാറും ഒരു ബസ്സും മോഷനിലേക്ക് വരാൻ ശ്രമിക്കുമ്പം പെട്ടെന്ന് മോഷനിലേക്ക് എത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ കഴിയുക ആർക്കായിരിക്കും, കാറിനായിരിക്കും. കാരണം ബസ്സിന് മാസ് കൂടുതലാണ്. അതായത് റെസ്റ്റ് ഇനേർഷ്യ ആണെങ്കിലും മോഷൻ ഇനേർഷ്യ ആണെങ്കിലും ഒക്കെ ഈ എന്താണ്, മാസ് കൂടിയ വസ്തുവിന് അത് കൂടുതലായിരിക്കും. ഇനി ഒരു ടേണിങ്ങിൽ ബസ്സും കാറും എത്തി ഒരേ വേഗതയിൽ, ഇതിൽ എളുപ്പം തിരിഞ്ഞു വരാൻ സാധിക്കുക ആർക്കാണ്, അതും കാറിനായിരിക്കും. കാരണം അവിടെയും ഇനേർഷ്യൽ പ്രോപ്പർട്ടി കൂടുതലായിരിക്കും, മാസ് കൂടിയ വസ്തുവിന് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇനേർഷ്യ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഒരു ബോഡിയുടെ എന്തിന് പ്രപ്പോർഷനായിരിക്കും, മാസിന് പ്രപ്പോർഷനായിരിക്കും. അതുകൊണ്ട് തന്നെ നാളെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ മാസ് നോക്കിയിട്ട് മറുപടി പറയാം കേട്ടോ. ഇനി ഇവിടെ നമുക്ക്
ഈ ഇനേർഷ്യയുടെ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തത് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അങ്ങനെ എക്സാമ്പിൾസ് വരുന്ന സമയത്താണ് നമ്മൾ ഈ മാസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത് കേട്ടോ. മാസ് കൂടിയ ആൾക്ക് എന്ത് കൂടും, ഇനേർഷ്യൽ പ്രോപ്പർട്ടീസ് കൂടും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഒരു നല്ല വെലോസിറ്റിയിൽ പോകുന്ന ഒരു ബോഡിയെ സംബന്ധിച്ച് അതിന് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഒരു ക്വാണ്ടിറ്റി ആണല്ലോ അത്. ആ ഒരു ക്വാണ്ടിറ്റിയും മാസും കൂടെ ചേർന്നിട്ട് ആ ബോഡിക്ക് കൊടുക്കുന്ന ഒരു ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. അതിന്റെ പേര് മൊമെന്റം എന്നാണ് പറയാ. ഇപ്പൊ നമ്മൾ മൊമെന്റം എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പരിശോധിക്കുമ്പം, ഓക്കെ, മൊമെന്റം ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു എന്താണ്, വെലോസിറ്റി ആണ്. അപ്പൊ ആക്ച്വലി നമ്മൾ ഈ മാസും വെലോസിറ്റിയും ഒരുപോലെ പരിഗണിക്കണം ഈ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളുടെ കേസിൽ കാര്യങ്ങൾ പറയാൻ. കാരണം മാസ് കൂടുതലാണ്, വെലോസിറ്റി കുറവാണ്, അപ്പൊ മൊമെന്റം കുറവാണ്. കാരണം ഈ മൊമെന്റം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് മോഷൻ ആണ്. ഓക്കെ, മൊമെന്റം എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് മോഷൻ ആണ്. കുറച്ച് കഴിയുമ്പം നമ്മൾ ഇതേ കാര്യങ്ങൾ മൊമെന്റം ടേമിലൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇനേർഷ്യയുടെ കാര്യം പറയുന്നിടത്ത് നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ മാസ് നോക്കിയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. കാരണം ഇനേർഷ്യ ഈസ് ദ ഇൻഎബിലിറ്റി, ഓക്കെ, ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റസ് ബൈ ഇറ്റ് സെൽഫ്. സ്വയം തൻ്റെ അവസ്ഥ മാറ്റാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയെ വിളിച്ച പേരാണ് ഇനേർഷ്യ എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പൊ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇനേർഷ്യ എന്ന് പറയുമ്പം ഈ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസും എഴുതി കൊടുക്കുക. ഇനി ഗിവ് സം എക്സാമ്പിൾസ് ടു ദീസ് ത്രീ ടൈപ്പ് ഓഫ് ഇനേർഷ്യ പറയുമ്പം യു ഹാവ് പ്ലെന്റി ഓഫ് എക്സാമ്പിൾസ് ഇൻ യുവർ NCERT ബുക്ക് ആസ് വെൽ ആസ് ദ മെറ്റീരിയൽ ദാറ്റ് വി ഹാവ് ഗിവൺ ടു യു, okay, from the institute side. Just use it. Okay, so these are the things from the first law. Okay, now let us go to the next slide. See, ഞാനിപ്പോ പറഞ്ഞ നിങ്ങളുടെ ഇനേർഷ്യ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ബൈ വിച്ച് ഇറ്റ് ടെൻഡ്സ് ടു റെസിസ്റ്റ് ദ ചേഞ്ചസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. Inertia is a measure of mass of the body. It has no unit and no dimension, and there are three types of inertia. They are rest inertia, motion inertia and direction inertia. Okay, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്താണ് ഫോഴ്സ് അല്ലെ? നമ്മൾ പറഞ്ഞു ഏതൊരു മോഷന്റെ പിന്നിലും ഒരു കോസ് ഉണ്ട്. ആ കോസ് ആണ് നമ്മൾ പറയുന്ന ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് എന്ന് പറഞ്ഞാല് നമ്മളൊരു ബോഡിയിൽ കൊടുക്കുന്ന എന്തെങ്കിലും ഒന്ന്, ഇറ്റ് ക്യാൻ ബി എ പുഷ് പുൾ കിക്ക്, എന്തെങ്കിലും ഒന്ന് നമ്മൾ കൊടുക്കുകയാണ്. പക്ഷെ അത് ഒരു ഫോഴ്സ് ആണെന്ന് നമുക്ക് പറയണമെങ്കിൽ അത് ആ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാക്കണം, എന്നാലും നമുക്കത് ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളിപ്പോ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കൈകൊണ്ട് ആഞ്ഞൊരു ഇടി അങ്ങ് ഇടിച്ചു, അപ്പൊ അത് അങ്ങ് എന്ത് ചെയ്തു, പൊട്ടി വീണു. അപ്പൊ അതിന്റെ ഷേപ്പിലാണ് മാറ്റം വരുന്നത് അല്ലെ? അപ്പൊ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ നമ്മളൊരു ബോഡിയിൽ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ അതിന്റെ സ്പീഡ് കൂടി, അപ്പോഴും മനസ്സിലാക്കാം എന്ത്, അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഇനി സ്പീഡ് കുറഞ്ഞാലോ, അപ്പോഴും ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഒരു ബോഡിയിൽ നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒന്ന് അതിന്റെ ഈ പറയുന്ന പോലെ ഷേപ്പിനോ സൈസിനോ സ്റ്റേറ്റിനോ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവസ്ഥ, റെസ്റ്റ് ആണ് റെസ്റ്റ്, മോഷൻ ആണ് മോഷൻ, ഈ അവസ്ഥയ്ക്കൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ കൊടുക്കുന്ന ആ വസ്തുവിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ഫോഴ്സ് ആയിട്ട് കണക്കാക്കാം. അപ്പൊ അതൊരു കിക്കായാലും പുഷായാലും പുള്ളായാലും എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ഫോഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. നൗ സി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലീനിയർ മൊമെന്റം. മൊമെന്റം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇതാണ്. ആക്ച്വലി മൊമെന്റം എന്ന് പറയുന്നിരിക്കുന്നത് പ്രോപ്പർട്ടി ഒരു മൂവിങ് ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാതെ റെസ്റ്റുള്ള ഒരു ബോഡിയെ സംബന്ധിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൊമെന്റം പറയാൻ പറ്റില്ല. കാരണം മൊമെന്റം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യപ്പെടുന്നത്, കണ്ടോ, ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്, ഒരു ബോഡിയുടെ മാസിനെ അതിന്റെ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മൊമെന്റം കിട്ടുന്നത്. അപ്പം വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കൊടുക്കുന്ന സമയത്ത് മൊമെന്റം നോക്കണോ നോക്കണ്ടയോ പറയേണ്ട കാര്യമുള്ളൂ. അല്ലാതെ റെസ്റ്റ് ഇരിക്കുന്ന ഒരു ബോഡിയുടെ കേസിൽ മൊമെന്റം എന്ന് പറഞ്ഞൊരു കാര്യം പറയാൻ പറ്റില്ല. കാരണം അവിടെ മാസ് മാത്രമേ ഉള്ളൂ, എന്തില്ല, വെലോസിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ഈ മൊമെന്റത്തിന്റെ യൂണിറ്റ്
അതുപോലെ അതിന്റെ ഡയമെൻഷൻ, ഇതൊക്കെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിൽ വളരെ വ്യക്തമായി നിങ്ങൾ പഠിച്ചു വെച്ചതുകൊണ്ട് നിങ്ങൾക്കത് പ്രശ്നമില്ല. അതുകൊണ്ട് മൊമെന്റത്തിന് ഏറ്റവും ചുരുങ്ങിയ ഒരു വേർഡ്സിൽ നമുക്ക് പറയാൻ പറ്റുക, അത് ഒരാൾക്ക് ഓർത്ത് വെക്കാൻ അയാൾ ഉപയോഗിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഞാനിവിടെ വേറെ എഴുതുന്നുണ്ട്, അതൊന്ന് നോക്കുക. മൊമെന്റം എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ ആണ് കേട്ടോ. ഒരു മൂവ് ചെയ്യുന്ന ബോഡിയുടെ കണ്ടീഷൻ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലൂടെ പറഞ്ഞു കൊടുക്കുക. ഇനി the momentum of a body is measured as the product of its mass and velocity എന്ന് നമ്മൾ പറയുന്നതാണ് ആ ക്വാണ്ടിറ്റി ഓഫ് മോഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. Okay, now let us go to the next law, that is Newton's second law of motion. അതായത് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് നിങ്ങൾക്ക് മറുപടി പറയാൻ അറിയാലോ. ഇപ്പം ഇറ്റ് ഈസ് ദ ഫിസിക്കൽ കോസ് വിച്ച് ടെൻസ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റസ്, അല്ലെ? ഒരു ബോഡിയുടെ അവസ്ഥ മാറ്റാൻ അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ഫിസിക്കൽ കോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഐസക് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആ ഫോഴ്സ് എത്രയാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് അത് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ എന്താണ്, ദ ലോ വിച്ച് ഗിവ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ടു ദ ഫോഴ്സ്, ഏതാണ്? ദാറ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ആയിരിക്കും. സോ ലെറ്റ് us ചെക്ക് വാട്ട് ഇസ് ദ ലോ നോക്കാം നമുക്ക്. അപ്പൊ ഈ ലോ പറയുന്നത് സ്റ്റേറ്റ്സ് ദാറ്റ് the law states that rate of change of momentum directly proportional to the applied force കേട്ടോ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ്. ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഓഫ് മൊമെന്റം ഇല്ല, അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് എന്ത്, ഫോഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൊമെന്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചെന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് പറയേണ്ടത്. അപ്പൊ അങ്ങനെ പറയേണ്ടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം. ഒരു ബോഡി എടുക്കാം, നമുക്ക് എം എന്ന് മാസ് എടുക്കാം, അതിനൊരു വെലോസിറ്റി ഉണ്ട് യു, ഇനീഷ്യൽ വെലോസിറ്റി. ആ വെലോസിറ്റി ആഫ്റ്റർ സം ടൈംസ് ബിക്കം വി. ഓക്കെ, അപ്പൊ ഞാനെന്താ നിങ്ങളോട് ആദ്യം പറഞ്ഞത്, ഒരു ബോഡിയുടെ വെലോസിറ്റിയിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകും, ഫോഴ്സ് ഉണ്ടാകണം, അല്ലെ? ഫോഴ്സ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ ഇനീഷ്യൽ മൊമെന്റം പി ഐ ഇസ് ഈക്വൽ ടു ഞാൻ എം ഇൻറ്റു യു എന്ന് എഴുതി, ഫൈനൽ മൊമെന്റം പി എഫ് ഇസ് ഈക്വൽ ടു ഞാൻ എം ഇൻറ്റു വി എന്ന് എഴുതി. ഓക്കെ, അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നാണ് നമ്മളോട് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, കെ ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് ഞാൻ എഴുതി വെച്ചു. ഓക്കെ, കാരണം ആ പ്രൊപ്പോർഷണാലിറ്റി സൈന് ഞാൻ എന്താക്കി, ഒഴിവാക്കി. അത് ഈക്വൽ ടു ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഒരു കോൺസ്റ്റന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഈക്വൽ ടു അങ്ങോട്ട് ഒഴിവാക്കി എടുത്തു. ഇനി എന്താണ് ഡെൽറ്റ പി എന്നുള്ളതിലേക്ക് നമുക്ക് എത്താം. അപ്പൊ ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റത്തെയാണ് നമ്മൾ അങ്ങനെ എഴുതുക. അത് ഫൈനൽ മൊമെന്റം മൈനസ് എന്തായിരിക്കും, ഇനീഷ്യൽ മൊമെന്റം ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഓക്കെ T2 മൈനസ് T1 ആണ്. T2 ഈസ് ടി, T1 ഈസ് 0. അങ്ങനെയാണ് ഡെൽറ്റ ടി സികൾ നമുക്ക് എന്ത് കൊടുക്കാം, ടി എന്ന് എഴുതി കൊടുക്കാം. അങ്ങനെയെങ്കിൽ ഈ കാണുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ഞാൻ എങ്ങനെ എഴുതി, കെ ഇൻറ്റു എന്തെഴുതാം, പി എഫ് മൈനസ് പി ഐ ഡിവൈഡർ ബൈ നമുക്ക് എന്ത് കൊടുക്കാം, ടി എന്നിട്ട് കൊടുക്കാം. ഇനി ഈ കാണുന്ന പി എഫിനെ ഞാൻ ഇങ്ങനെ എഴുതി, പി കെ ഇൻറ്റു എം ഇൻറ്റു വി മൈനസ് എം ഇൻറ്റു യു ഹോൾ ഡിവൈഡർ ബൈ ടി എന്നിട്ട് കൊടുത്തു. ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ള എമ്മിനെ പിടിച്ച് പുറത്തിട്ടു, കെ ഇൻറ്റു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് കൊടുത്തേക്കാം. ഇനി വി മൈനസ് യു ബൈ ടി എന്താണെന്നുള്ളത് നിങ്ങളുടെ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതാണ്. ദാറ്റ് ഈസ് യുവർ ആക്സിലറേഷൻ, അല്ലേ? നിങ്ങളിവിടെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കെ ഇൻറ്റു എം ഇൻറ്റു എ കമാ എന്ന് എഴുതി. ഇനി കമയുടെ കെയുടെ വാല്യൂ എത്രയാണ്, 1 ആണ്. എങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, എം എ എന്ന് കിട്ടും. ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്സലറേഷന് കിട്ടുന്ന ഡയറക്ഷൻ തന്നെയായിരിക്കും. അപ്പൊ ഇതാണ് നമുക്ക് നമ്മുടെ സെക്കൻഡ് ലോ തരുന്ന ഒരു മെസ്സേജ്. അതായത് ഫോഴ്സ് എത്രയായിരിക്കും, മാസ് ഇൻറ്റു ആക്സലറേഷൻ ആയിരിക്കും.
അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഇനി ഇങ്ങനെ അറിഞ്ഞു വെക്കാം, എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് ഓർത്ത് വെക്കാം. ഇതാണ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ കൺസെപ്റ്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. പി സ്റ്റാൻഡ്സ് ഫോർ മൊമെന്റം. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ്. ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ലോ പഠിച്ചിരിക്കണം. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ ഒരുപാട് തവണ ഈ ലോ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ലോ ഗിവ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ടു ദ ഫോഴ്സ് ആൻഡ് വാട്ട് ഈസ് ദ ലോ എന്നാ ചോദിക്കാം. അപ്പോൾ എന്ത് ചോദിച്ചാലും ഈ സ്റ്റേറ്റ്മെന്റും നിങ്ങൾ എഴുതണം, ഈ ഇക്വേഷനും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. ഇത് മൊത്തം എഴുതിയില്ലെങ്കിലും യു ആർ സപ്പോസ് ടു റൈറ്റ് അറ്റ്ലീസ്റ്റ് ദിസ് മച്ച് ഡാറ്റ കേട്ടോ, നിർബന്ധമായിട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലോ പറഞ്ഞു വെച്ചത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഞാനിപ്പം നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് കാണിച്ചു തന്ന ആ സെക്കൻഡ് ലോയുടെ എന്താണ് എക്സ്പ്ലനേഷൻ. നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ എനിക്ക് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് എന്ത് ചെയ്യണം, ആൻസർ കിട്ടണം. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് ആൻസർ കിട്ടാൻ, ആൻസറിലേക്ക് എത്താൻ നമ്മളെ സഹായിച്ച ഫാക്ടേഴ്സ് എല്ലാം ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്, കെ ഇൻറ്റു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ആണ്. കാരണം വെലോസിറ്റിയെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സലറേഷൻ ആണ് കിട്ടുക. അപ്പൊ ഇതിൽ മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, കാരണം ന്യൂട്ടനും ഐൻസ്റ്റീനും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ന്യൂട്ടൺ ഏകദേശം മാസിനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് സങ്കല്പിച്ചു. എന്ന് പറഞ്ഞാൽ ലൈറ്റിനേക്കാളും സ്പീഡിൽ അല്ലെങ്കിൽ അതിനേക്കാളും സ്പീഡ് സഞ്ചരിക്കുന്ന ഒരു പാർട്ടിക്കിൾ എന്ന കൺസെപ്റ്റ് ഇല്ല. അതിനേക്കാളും താഴെയുള്ള ഒരു സ്പീഡിൽ സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും മാസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് എന്ന രീതിയിൽ ചിന്തിച്ചെടുത്ത ഒരാളാണ് ന്യൂട്ടൺ. അതുകൊണ്ട് ഈ കാണുന്നതിൽ മാസാണോ വേരിയബിൾ, വെലോസിറ്റി ആണോ വേരിയബിൾ എന്ന് ചോദിച്ചാൽ വെലോസിറ്റി തന്നെയാണ് വേരിയബിൾ, മാസ് ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ വരുമ്പം ഡി വി ബൈ ഡി ടി ഇസിക്വൽ ടു ആക്സലറേഷൻ നമ്മൾ നേരത്തെ 1 ഡയമെൻഷനിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, എഫ് ഇസ് ഇക്വൽ ടു കെ എം എ. കെയുടെ വാല്യൂ ഞാൻ പറഞ്ഞു എത്രയായിരുന്നു, 1 ആയിരുന്നു. ഫോഴ്സ് ഇക്വൽ ടു നമുക്ക് എത്ര കിട്ടും, എം എ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലോയുടെ എന്താണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഡിറൈവ് എൻ എക്സ്പ്രഷൻ ടു ദ ഫോഴ്സ് യൂസിങ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്നൊരു ചോദ്യം വന്നാൽ യു ആർ സപ്പോസ് ടു ഫോളോ these steps or either the steps which I have given to you in the previous slide കേട്ടോ. ഒന്നെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്യുക. രണ്ടായാലും നമുക്ക് കൺക്ലൂഷൻ ഇതായിരിക്കണം എന്നുള്ളത് മാത്രമാണ് അവിടെ നിർബന്ധമുള്ള ഒരു കാര്യം. ഓക്കെ, നൗ നിങ്ങൾ ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിക്കുമ്പോഴും നിർബന്ധമായിട്ടും നിങ്ങൾ +1 +2 സയൻസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ എല്ലാം യൂണിറ്റും അതിൻ്റെ ഡയമെൻഷൻസും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും അത് തന്നെയാണ്. ഉദാഹരണത്തിന് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ചോദിച്ചു. അപ്പം നമുക്ക് ഫോഴ്സിന് 2 യൂണിറ്റുകളോട് കൊടുത്തിട്ട് SI യൂണിറ്റ്. SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് യൂണിവേഴ്സലി അംഗീകരിച്ച അല്ലേ യൂണിറ്റ് ആണത്. അതെന്താണ്, ന്യൂട്ടൺ ആണ്. ഫോഴ്സ് ഏത് പേരിലോ അറിയപ്പെട്ടോട്ടെ, അത് ഫോഴ്സ് ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും, ന്യൂട്ടൺ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ആ ന്യൂട്ടൺ ആണ് നമ്മൾ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ന്യൂട്ടനെ നിങ്ങൾ CGS പറയുമ്പം അതിന്റെ പേരെന്താണ്, ഡൈൻ എന്നാണ്. അത് 1 ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കണ്ടോ നിങ്ങൾ. അപ്പം ന്യൂട്ടണും അതുപോലെ തന്നെ എന്താണ് ഡൈനും എന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ, ന്യൂട്ടൺ SI യൂണിറ്റ് ആണെങ്കിൽ ഡൈൻ എന്താണ്, CGS യൂണിറ്റ് ആണ്. ഇതൊന്നും കൂടാതെ നമുക്ക് മറ്റൊരു യൂണിറ്റ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ KGF അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുമ്പോൾ 1 kgf 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് എത്ര ന്യൂട്ടൺ ആണ്, 9.8 ന്യൂട്ടൺ ആണ്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വെയിറ്റ് പറയും അല്ലേ, നിങ്ങൾക്ക് വെയിറ്റ് കിട്ടുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ മാത്രം. ആ വെയിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയിൽ എക്സ്പീരിയൻസ്, നിങ്ങൾ എന്ന് പറയുന്ന മാസിൽ എക്സ്പീരിയൻസ് ദ ഫോഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. ദാറ്റ് മീൻ വെയിറ്റ് ഈസ് എ ഫോഴ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് വെയിറ്റ് എന്ന് ചോദിച്ചാൽ what you will give answer, it is your എന്താണ്, ന്യൂട്ടൺ തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. എത്ര ന്യൂട്ടൺ ആണെന്ന് ചോദിച്ചാൽ 1 കിലോഗ്രാം വെയിറ്റ് 9.8 ന്യൂട്ടൺ ആണ് എന്നുള്ളത് മറക്കാതിരിക്കുക. ഇത് തന്നെ ചിലപ്പം നിങ്ങൾക്ക് പരിചയമുള്ളൊരു വാക്കാണ് KGF. ആ പരിചയം സിനിമാ പരിചയമായിരിക്കാം, എന്നാലും കിലോഗ്രാം ഫോഴ്സ് എന്നാണ് നമ്മൾ ഇതിന്റെ മുഴുവൻ രൂപം. അതാണ് നമ്മൾ KGF ആക്കുന്നത്. അത് നമുക്ക് ഡൈനിലാക്കുമ്പോൾ 980 ഡൈൻ ഉണ്ടാകും. ഇനി ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആയതുകൊണ്ട് മാസിന്റെ ഡയമെൻഷൻ m⁻1, acceleration LT⁻². So you got the dimension of force is mLT⁻² എന്ന് കിട്ടി.
ഇതാണ് എന്തിന്റെ ഡയമെൻഷൻ, ഫോഴ്സിന്റെ ഡയമെൻഷൻ. അപ്പൊ ഇത് നിങ്ങൾ ഏകദേശം ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ പഠിച്ചു തീർത്തതായതുകൊണ്ട് തന്നെ യു ആർ ഓൾസോ കംഫർട്ടബിൾ ദീസ് ഡയമെൻഷൻസ്. സോ ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് ശ്രദ്ധിക്കണം. ഇനി മാസ്, വാട്ട് ഈസ് മാസ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കേണ്ട ഒരു മറുപടി. ആക്ച്വലി നമുക്കറിയാം മാസ് ഈ യൂണിവേഴ്സിൽ ഒരു മാറ്റർ ഉണ്ടായപ്പം അതേപോലെ ഉണ്ടായി കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിനെ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇമ്പോസിബിൾ ടാസ്ക് ആണ് അല്ലേ? കാരണം അത് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല നമുക്ക്. പിന്നെ നമ്മൾ മാസിനെ ഏതെങ്കിലും തരത്തിൽ ഡിഫൈൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുണ്ട്. നമ്മൾ ഇങ്ങനെ പറയാണ്, ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻ ഇൻ എ ബോഡി. ഏതൊരു ബോഡി എടുത്താലും ആ ബോഡിയിലകത്ത് എന്താണ് ഉള്ള മാറ്ററിന്റെ അളവാണ് എന്ത്, ഈ കാണുന്ന മാസ് എന്നാണ് നമ്മൾ പറയുക. ആക്ച്വലി ആ ഡെഫിനിഷൻ എന്താണ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അതൊരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മാസിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വെയിറ്റ് എന്താന്നുള്ളത്. അപ്പം വെയിറ്റ് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ മാസ് ഒബ്ജക്റ്റ് ഇൻ എ ഫോഴ്സ് ഫീൽഡ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ, ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താ, ഫോഴ്സുകൾ രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ അല്ലെ? കോണ്ടാക്ട് ഫോഴ്സും ഉണ്ട്, നോൺ കോണ്ടാക്ട് ഫോഴ്സും ഉണ്ട്. ഇതിൽ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, ഒരു ബോഡിയിൽ നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ് കോണ്ടാക്ട് ഫോഴ്സ്. അപ്പൊ ഞാൻ ഒരു വസ്തുവിനെ പിടിച്ച് തള്ളി അല്ലെങ്കിൽ പിടിച്ച് വലിച്ചു എന്ന് പറയുന്നതാണ് ഏത് ഫോഴ്സ്, കോണ്ടാക്ട് ഫോഴ്സ്. അതേസമയം ഞാൻ ഒരു സം ഹൈറ്റിൽ നിന്ന് സ്ലിപ്പായി നേരെ താഴെ വീണു, അവിടെയും എന്തോന്ന് എന്നെ വലിച്ചിട്ടുണ്ട്, പക്ഷെ അത് കോണ്ടാക്ട് അല്ല എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ അവിടെ എന്നിൽ ആക്ട് ചെയ്തിരിക്കുന്ന ഫോഴ്സിന്റെ പേരാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്, ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആയതുകൊണ്ട് ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഒരു ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ പേരാണ് എന്ത്, വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വെയിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ എന്താണ്, ഗ്രാവിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പൊ എർത്തിന്റെ ജിയും മൂണിന്റെ ജിയും ഒക്കെ വേറെ വേറെ ആയതുകൊണ്ട് എർത്തിലെ വെയിറ്റ് ഉണ്ടാവില്ല ഒരാൾക്ക് എവിടെ പോയാൽ, മൂണിൽ പോയാന്ന് മനസ്സിലാക്കുക.